അവളെവിടെയാ ജോലി ചെയ്യുന്നതെന്ന് നമുക്കറിയില്ലല്ലോ ആന്റി. അത് തന്നെയാ ഞാനും പറഞ്ഞു വരുന്നത്. ശർക്കര എവിടെയാന്നുള്ളത് ഒരു ഉറുമ്പിന് അറിവ് കിട്ടിയാ മതി. വരി വരിയായിട്ട് എല്ലാ ഉറുമ്പും അവിടെ കേറിക്കോളും. മേഘന ഏത് കമ്പനിയിലാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞ് നമ്മൾ അവളെ വട്ട് തട്ടി കളിക്കും. യു ആർ റൈറ്റ് ആന്റി. എങ്കിൽ അവളെവിടെയാ ജോലി ചെയ്യുന്നത് നമുക്ക് ഉടനെ കണ്ടുപിടിക്കണം. അതില് നമ്മൾ വിജയിച്ചാൽ പിന്നെ അങ്ങോട്ട് അവളെ വെള്ളം കുടിപ്പിക്കാൻ എളുപ്പമാ. ഏറ്റവും ഒടുവിൽ അവളുടെ ജോലി നമുക്ക് ഇല്ലാതാക്കാം. യു ആർ റൈറ്റ്. പക്ഷെ അവൾ എവിടെയാന്നുള്ളത് എങ്ങനെയാ കണ്ടുപിടിക്കുക? അവളുടെ റൂം ചെക്ക് ചെയ്താ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാതിരിക്കോ? നീ ഇവിടെ തന്നെ നിന്ന് മേഘന എങ്ങോട്ടാ പോകുന്നതെന്ന് എന്നെ അറിയിക്ക്. ഞാനൊന്ന് അവളുടെ റൂമിൽ പരതട്ടെ. ഡൺ ആന്റി. പ്രിയമതയ്ക്ക് മേഘനയുടെ റൂമിന്റെ മുമ്പിൽ എന്താ കാര്യം? പ്രിയമതേ, എന്താ ചേട്ടാ? അല്ല, മേഘനയുടെ റൂമിൽ കയറുന്ന എന്തിനാ? അയ്യോ, ഒന്നുമില്ല ജയദേവേട്ടാ. മഞ്ചരി എവിടെയാന്ന് ഒരു പിടിയുമില്ല. ഇനി ഇവിടെ എങ്ങനെ വന്നിട്ടുണ്ടെന്ന് നോക്കിയത്. അതിന് മഞ്ചരി മേഘനയുടെ റൂമിൽ കയറുമോ? അതല്ല, അവൾ ഇതിലെ കൂടെ പോകുന്നത് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ടാ. അയ്യോ, മേഘനയുടെ പൂജ കഴിഞ്ഞല്ലോ. ഇവളെങ്ങാനും പ്രിയമതാന്റിയെ അവളുടെ റൂമിൽ കണ്ട പിന്നെ അത് മതി. ഇതല്ലേ പ്രിയമതേ മഞ്ചരി? ഓ ഓ, നീ എവിടെയായിരുന്നടി? എവിടെയൊക്കെ നോക്കിയെന്നറിയോ? എവിടെ പോയതാ മഞ്ചരി? കൊറേ നേരമായി ഞാൻ നിന്നെയും തപ്പി നടക്കുകയായിരുന്നു. എന്തു പറ്റിയച്ചാ? എന്താ ഇവിടെ ഒരു സമ്മേളനം? പ്രിയമത നിന്റെ റൂമിൽ എന്തോ തപ്പാൻ വേണ്ടി കയറുമായിരുന്നു. കയ്യോടെ ഞാൻ പിടിച്ചു വെച്ചതാ. ജയദേവേട്ടൻ തമാശ പറയാ മേഘനെ. ഞാൻ മഞ്ചരിയെ തപ്പി ഇതിലേ പോയെന്നേ ഉള്ളൂ. എന്നിട്ടിതേ ഇപ്പഴാ അവൾ ഇങ്ങോട്ട് വന്ന്. മഞ്ചരി, വന്ന ഒരു കാര്യം പറയട്ടെ. ലെറ്റ്സ് ഗോ. മേഘനെ, നീ അവരെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അവര് നിന്റെ റൂം പരിശോധിക്കാൻ വന്നതാ. അതിനർത്ഥം എന്തോ അറിയാനുള്ള വ്യഗ്രതയാണ്. കൃത്യസമയത്ത് ഞാൻ കണ്ടുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അല്ലായിരുന്നെങ്കിൽ അവൾ നിന്റെ റൂമിൽ കയറിയനെ. അവര് മുറി കയറിയിരുന്നെങ്കിൽ ശരിക്കും ഇന്ന് ഞാൻ പിടിക്കപ്പെടുമായിരുന്നു അച്ഛാ. മുറിക്കകത്ത് മിഥുനേട്ടന്റെ ഓഫീസിലെ ഫയൽ ഇരിപ്പുണ്ടായിരുന്നു. അതവര് കണ്ട ഞാൻ ജോലി ചെയ്യുന്നത് മിഥുനേട്ടന്റെ ഓഫീസിലാണെന്ന് അവർക്ക് മനസ്സിലായേനെ. ശരിയാണ് മോളെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നേ കുറച്ചുകൂടെ സൂക്ഷിക്കണമെന്ന്. സൂക്ഷിച്ചില്ലെങ്കിൽ മിഥുന്റെ ഓഫീസിൽ ജോലി ചെയ്യാനുള്ള നിന്റെ അവസരം നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോ മിഥുനിൽ നിന്ന് നീ കൂടുതൽ അകലേണ്ടിയും വരും. ബി കെയർഫുൾ. ഇന്ന് ചാരുവിനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയണം. എനിക്കൊരു തരി സ്ഥാനമെങ്കിലും അവളുടെ മനസ്സിലുണ്ടോ എന്ന് അറിയണം. വിവേക്, ബി കോൺഫിഡന്റ്. ധൈര്യമായിട്ടിരിക്കെ. അവളുടെ മനസ്സിലുള്ളതെല്ലാം പുറത്തെടുക്കണം. ചേച്ചി, വിവേകേട്ടൻ ദേ നിൽക്കുന്നു. നമ്മളെയും കാത്ത് നിൽക്കുന്നതായിരിക്കും. ദേ വരുന്നുണ്ട് അയാൾ ചേച്ചി. അവിടെ നിൽക്കട്ടെ, നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യുന്ന. ചാരു, എന്താ നീ എന്നെ കണ്ട ഭാവമില്ലാതെ പോകുന്നേ? കണ്ടതോണ്ട് തന്നെ. അതിനിപ്പോ നിനക്കെന്താ? ഒന്നും മിണ്ടാൻ പോലും തോന്നുന്നില്ല. മിണ്ടാൻ എന്ത് ബാക്കിയുണ്ടായിട്ടാ? വിട്. മിണ്ടാതെ നിനക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും. പക്ഷെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അതൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ചാരു,
ചാരു പ്ലീസ്. വിവേക് വിവേക് വിവേകേട്ടാ വിവേക് വിവേകേട്ടാ അയ്യോ നല്ലോണം മുറിഞ്ഞിട്ടുണ്ടല്ലോ. സാരമില്ല ചാരു. അയ്യോ എന്ത് സാരമില്ലെന്ന് വിവേക്, നല്ലോണം കൈ ഉരഞ്ഞിട്ടുണ്ട്. അയ്യോ എനിക്ക് മനസ്സിലായി ചാരു, നീ പോലും അറിയാതെ നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. ദേഷ്യവും വഴക്കൊക്കെ മനസ്സിന് പുറത്തേ ഉള്ളൂ. ഒന്ന് സൂക്ഷിച്ചൂടായിരുന്നു വിവേക്, കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ നീ. ശ്രദ്ധിച്ച് നടക്കാൻ ഇനി ആരെങ്കിലും പഠിപ്പിച്ചു തരണമെന്നുണ്ടോ? ഇപ്പൊ കണ്ടില്ലേ എന്ത് ചോരയാ പോകുന്നെന്ന്. എന്താ നീ അങ്ങനെ നോക്കുന്നേ? എന്റെ ദേഷ്യമൊക്കെ അലിഞ്ഞു പോയെന്നാണല്ലേ കരുതിയേ? എങ്കിലത് തെറ്റാ. വഴിയെ പോകുന്ന ആർക്ക് പരിക്ക് പറ്റിയാലും ഞാൻ ഇതുപോലൊക്കെ തന്നെയാ പെരുമാറുക. ഇത് വലിയ കാര്യമായിട്ട് എടുത്ത് മനസ്സിലൊന്നും കൂട്ടി വെക്കണ്ട. നിതിൻ വാ. എന്റെ കൈ മുറിഞ്ഞിട്ട് നിനക്കൊരു മനസാക്ഷിയില്ലേ? വീട്ടിൽ ചെന്ന് ഡെറ്റോൾ ഒഴിച്ച് കഴുകിയിട്ട് മുറിവിലുള്ള ഓയിന്റ്മെന്റ് തേച്ച് കെട്ടിവെച്ചാ മതി, അത് ഉണങ്ങി പോയിക്കോളും. ചാരു, നിന്റെ ഈ ദേഷ്യമൊക്കെ വെറുതെയാണെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിൽ മുഴുവനും എന്നോട് നല്ല കെയറിങ് അല്ലേ? ആ കെയറിങ്ങിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാനത് പുറത്ത് കൊണ്ടുവരും. ഈ ക്യാബ് ബുക്ക് ചെയ്തിട്ട് ഇതുവരെ വന്നില്ലല്ലോ. മേഘനയെ ഫോളോ ചെയ്താ അവൾ എവിടെയാ ജോലി ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും മഞ്ജരി. ശരിയാണ് ആന്റി. ഇന്ന് എന്ത് വന്നാലും മേഘന ഏത് കമ്പനിയിലാ ഉള്ളതെന്ന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. നീ എവിടെ പോവാൻ നിൽക്കും മേഘനെ? ഓഫീസിലേക്ക്. ഓ അങ്ങനെയാണോ? വേണമെങ്കിൽ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ബുക്ക് ചെയ്തു എന്ന് വെച്ചാ എന്താ? അത് ക്യാൻസൽ ചെയ്താ പോരെ? ഞാൻ ട്രാവൽ ചെയ്യുന്നുള്ള വിശ്വാസത്തില് ആ ക്യാബ് ഡ്രൈവർ ഇപ്പൊ പുറപ്പെട്ട് കാണും. ഇടയ്ക്ക് വെച്ച് ക്യാൻസൽ ചെയ്താ അയാൾക്കത് വിഷമാവില്ലേ? അവർക്ക് ഇതൊക്കെ പതിവുള്ള കാര്യങ്ങളല്ലേ. അവർക്ക് ചിലപ്പോ ക്യാൻസൽ ആയാലോ എന്നൊരു തോന്നലുണ്ടാവുമായിരിക്കും. അപ്പോഴേക്കും ചിലപ്പോ അടുത്ത ബുക്കിംഗ് കിട്ടുകയും ചെയ്യും. ഒരു വട്ടം വിശ്വാസം കൊടുത്തിട്ട് അടുത്ത നിമിഷം അത് തകർക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലൊരു ശീലമാണല്ലോ. ഞാൻ അങ്ങനെയല്ല. അല്ല നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? ഞാൻ പറഞ്ഞത് മനസ്സിലാവാഞ്ഞിട്ടാണോ? അതോ ഞാൻ പറഞ്ഞതിൽ സത്യം ഇല്ല എന്ന് തെളിയിക്കാനുള്ള ശ്രമം വല്ലതും ആണോ? സാഹചര്യവശാൽ ഒരു വട്ടം നിന്റെ നേരെ അങ്ങനെ നടന്നു എന്ന് കരുതി എല്ലാ കാര്യത്തിലും ഈ കുടുംബത്തെ ഇങ്ങനെ പഴിചാരുന്നതിനാ? ചെയ്തത് ചെറിയ വല്ല തെറ്റുമായിരുന്നെങ്കിൽ പോട്ടെ, സാരില്ലാന്ന് വെക്കായിരുന്നു. പക്ഷെ ജീവിതം തന്നെ ഇല്ലായ്മ ചെയ്യുന്ന വഞ്ചനയല്ലേ കാണിച്ചത്? ഒരു വ്യക്തിയുടെ ഹൃദയം ചതച്ചരച്ച് കളയുന്ന പ്രവൃത്തി. അത്തരം തെറ്റ് ചെയ്തവരെ കുറ്റവാളിയായി കാണുന്നതിന് തെറ്റില്ല. എവിടെയോ ചെന്ന് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയാം. അതുപോലെ നിന്നോടിപ്പോ സംസാരിക്കാൻ വരുമ്പോ മഞ്ജരി നീ പെട്ടെന്ന് വന്നേ, അവളുടെ ക്യാബ് മിസ് ചെയ്യാൻ പാടില്ല. ലെറ്റ്സ് ഗോ.
ഡ്രൈവർ ആ കാറിനെ ഫോളോ ചെയ്താൽ മതി. ആന്റി, മിഥുൻ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന ബ്രാഞ്ചും ഇവിടെ അടുത്ത് തന്നെയാ ഉള്ളത്. ഈ വഴി തന്നെയാ പോകേണ്ടതും. ആ മേഘനയും അതേ റൂട്ടിൽ കൂടി തന്നെയാണല്ലോ പോകുന്നത്. അപ്പോ നമ്മുടെ ബ്രാഞ്ചിന്റെ അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും അവള് വർക്ക് ചെയ്യുന്നതെന്നാണോ? പറയാൻ പറ്റില്ല. എനിഹൗ കുറച്ചു നേരത്തിൽ സത്യം വിളിച്ചു താവുമല്ലോ. ഇത് മഞ്ജരിയുടെ കാറല്ലേ? ഇവർ യാദൃച്ഛികമായി പുറകെ കൂടിയതാണോ അതോ മനഃപൂർവ്വം എന്നെ ഫോളോ ചെയ്യുന്നതാണോ? നീ അവരെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അവര് നിന്റെ റൂം പരിശോധിക്കാൻ വന്നതാ. അതിനർത്ഥം എന്തോ അറിയാനുള്ള വ്യഗ്രതയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നേ, സൂക്ഷിച്ചില്ലെങ്കിൽ മിഥുന്റെ ഓഫീസിൽ ജോലി ചെയ്യാനുള്ള നിന്റെ അവസരം നഷ്ടപ്പെടും. സംശയം വേണ്ട. ചെറിയമ്മയും മഞ്ജരിയും എന്നെ പിടികൂടാൻ പുറകെ കൂടിയതാ. ഞാൻ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് അവർക്കറിയണം. അതാണ് ഇപ്പൊ അവരുടെ ഉദ്ദേശം. ഫാസ്റ്റ് ഫാസ്റ്റ്. ആന്റി, ആ ക്യാബ് എവിടെ പോയി? ഷോ, അതാടി എനിക്ക് മനസ്സിലാവാത്തത്. ഈശ്വര, രക്ഷപ്പെട്ടു. ചേട്ടാ, ഇവിടുന്ന് ഞാൻ നേരത്തെ ബുക്ക് ചെയ്ത ലൊക്കേഷനിലേക്ക് പൊക്കോളൂ. ആയിക്കോട്ടെ മാഡം. ഛേ, മിസ് ചെയ്ത് കളഞ്ഞല്ലോ ആന്റി. ഡോൺ വരി മഞ്ജരി. 1 or 2 വട്ടം അല്ല അവക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോവാനാവൂ. എല്ലാ ദിവസവും അത് നടക്കില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അവളെ പിടികൂടും. ശരി ആന്റി. ആന്റിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഓഫീസിലേക്ക് പോവാം. ഓക്കെ മഞ്ജരി. ഇന്നലെ രാത്രി ഞാൻ കൊടുത്ത ഫയൽ ലക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ടാവോ? ഹലോ. ഹലോ ലക്കി, ഇന്നലെ ഞാൻ ഏൽപ്പിച്ച ഫയൽ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നില്ലേ? കൊണ്ടുവരുന്നുണ്ട് മാഡം. ശരി എന്നാ ഞാൻ വരുന്നവരെ ഓഫീസിൽ കയറണ്ട, വഴി തന്നെ നിന്നാ മതി. ഞാനത് അവിടെ നിന്ന് കളക്ട് ചെയ്തോളാം. ആയിക്കോട്ടെ മാഡം. മഞ്ജരി വരുന്നതിന് മുന്നേ എനിക്ക് വേഷം മാറണം. എന്നിട്ട് അവള് പറഞ്ഞെടുത്ത് പോയി നിൽക്കണം. ഒരു ചെറിയ മുറിവ് പറ്റിയപ്പോഴേക്കും അവൾ പെടഞ്ഞു പോയല്ലോ. അതോടെ അവൾ എന്റെ വഴിക്ക് വരുമെന്ന് ഞാൻ കരുതിയതായിരുന്നു. പക്ഷേ ഇതുവരെ അവളൊരു ഫോൺ പോലും ചെയ്തിട്ടില്ല. അവളുടെ ദേഷ്യം ഇതുവരെ മാറിയില്ലേ? സ്നേഹം ഉണ്ടെങ്കിൽ അവൾ എന്നെ ഇപ്പൊ തന്നെ വിളിക്കും. പാവം വിവേകിന്റെ കൈ നല്ലോണം ഒരഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ടോ ആവോ? അവൻ ആ മുറിവ് വെച്ച് കെട്ടിയോ ആവോ? ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കാം. വേണ്ട വേണ്ട, ഫോൺ ചെയ്താ അതവൻ വേറെ അർത്ഥത്തിൽ എടുത്താലോ?
ചാരു, നീ എന്നെ വിളിക്കുമെന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നേ. ഒന്ന് പെട്ടെന്നാവട്ടെ പ്ലീസ്. ഹലോ, കയ്യിലെ മുറിവ് എങ്ങനെയുണ്ട്? മുറിവ് കഴുകി മരുന്ന് പുരട്ടിയോ അതോ അത് അങ്ങനെ തന്നെ വിട്ടിരിക്കുകയാണോ? മരുന്നൊക്കെ പുരട്ടി ചാരു. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ശരിയെന്നാ, എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം ഫോൺ ചെയ്ത്. അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? അതുകൊണ്ട് വേറൊന്നും ചോദിക്കാനില്ലേ? വേറെ എന്ത് ചോദിക്കാനാ? ഞാൻ ഫോൺ വെക്കുക. ചാരു ചാരു ചാരു, ഫോൺ ചെയ്ത സ്ഥിതിക്ക് കുറച്ചു നേരം ഒന്ന് സംസാരിച്ചൂടെ? സംസാരിക്കാൻ എന്താ ഉള്ളത്? ഇനി ഒന്നുമില്ല, ഞാൻ ഫോൺ വെക്കുക. ഏയ്, ഫോൺ ചെയ്തിട്ട് എന്റെ വിവരങ്ങൾ അറിയാൻ ശ്രമിച്ചെങ്കിൽ നിന്റെ തലയിൽ എന്റെ പേരിൽ ഒരു പുഴു കയറിയിട്ടുണ്ട്. പക്ഷെ ഏട്ടത്തിയെ ചതിച്ചു എന്നുള്ള ദേഷ്യം നീ എന്റെ അടുത്ത് തീർക്കാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. ഇന്നലെ വരെ അവക്ക് വിവേകിന്റെ പേര് കേൾക്കുന്നത് പോലും ദേഷ്യായിരുന്നു. അപ്പോഴേക്കും മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് എന്തൊരു ഫീലിംഗിൽ അവൾ ഒലിപ്പിക്കുന്നത്. എന്താടി, എവിടെയാ കത്തുന്ന? വയറ്റിലാണോ നെഞ്ചിലാണോ? എന്റെ കണ്ണിലെ കത്തുന്നേ, കണ്ടില്ലേ? എന്റെ കണ്ണിലെ തീ മമ്മിക്ക് കാണാൻ പറ്റുന്നില്ലേ? അടിമുടി നീ കത്തി നിക്കാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. കാരണം എന്താണാവോ? മമ്മിക്കറിയോ, ഇന്നലെ വരെ ചാരും വിവേകും തമ്മിൽ കീരിയും പാമ്പുമായിരുന്നു. ഇപ്പൊ അത് മാറി, പിന്നെ അടയും ചക്രയായോന്നാ ഇപ്പൊ എന്റെ സംശയം. പിന്നെയും തുടങ്ങിയോ നീ? വിവേകിന് എന്തോ പരിക്ക് പറ്റിയെന്നാ തോന്നുന്നേ. അതിന് ഇവിടുന്ന് ഫോൺ ചെയ്ത് മരുന്ന് പുരട്ടാൻ നോക്കുമായിരുന്നു. ഇവരങ്ങനെ ഇനി വിട്ടുകഴിഞ്ഞാൽ അപശ്രുതി മീട്ടി തുടങ്ങിയ അവരുടെ പാട്ട് സിന്ധുഭൈരവി രാഗമായി മാറുമെന്നാ എനിക്കിപ്പൊ പേടിയാവുന്നേ. പേടിയാന്നും പറഞ്ഞ് എന്നെയും കൂടെ പേടിപ്പിക്കാതിരിക്കെന്റെ പെണ്ണേ. എനിക്ക് ആലോചിക്കാനായിട്ട് കുറച്ചും കൂടെ സമയം താ. മമ്മി ഇങ്ങനെ ആലോചിച്ച് കഥ എഴുതാൻ നിന്നാ അവിടെ അവരുടെ പ്രണയകഥ കല്യാണത്തിലെത്തും. മമ്മിയെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. എല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം. ഇവരെ തമ്മിലകറ്റാൻ ഞാനൊരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അതെന്താ? ഇനി വല്ല നീർനാരായണനെയോ പേട് പരമേശ്വരനെയോ കൊട്ടേഷൻ ഏൽപ്പിച്ചിട്ടുണ്ടോ നീ അവളെ തട്ടാനായിട്ട്? എന്താടി നിന്റെ പ്ലാൻ? അതിപ്പോ ഞാൻ പറയുന്നില്ല, ചെയ്ത് കാണിച്ചു തരാം. അപ്പ കണ്ടാ മതി. എന്ത് വേണമെങ്കിലും ചെയ്തോ. ചെയ്യുന്നത് എന്താണെങ്കിലും മറ്റുള്ളവരറിയാതെ നോക്കിയാ മതി. പിടിക്കപ്പെടും വരെ എല്ലാവരും നല്ലവരാ. മഞ്ജരി എന്തിനു വേണ്ടിയാവും എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്? പക്ഷെ അവൾ എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് ഒത്തിരി ആയല്ലോ. എന്താ അവളിങ്ങനെ വൈകുന്നത്? ഹായ് മേഘ, വെയിറ്റ് ചെയ്ത് നിന്ന് മുഷിഞ്ഞും തോന്നലോ. സാരല്ല മാഡം, ബോസിനെ കാണാൻ കുറച്ച് വെയിറ്റ് ചെയ്താലേ അതിന്റെ വെയിറ്റ് ഉണ്ടാവും. നിനക്കറിയാലോ, എംപ്ലോയീസിനേക്കാളും ബോസിന്റെ സമയത്തിന് വില ഏറെയാണ്. അതായത് അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവില്ലേ? എന്താ അർത്ഥം വെച്ച് നോക്കുന്നേ? ഇവളെന്താ ഇത്ര അഹങ്കാരത്തിൽ സംസാരിക്കുന്നതെന്ന് ഓർത്താണോ? അത് അഹങ്കാരമല്ല മേഘ, കോൺഫിഡൻസ്. അത് വിട്. ഇന്നലെ രാത്രി തന്ന ഫയൽ സ്റ്റഡി ചെയ്തായിരുന്നോ? ചെയ്തു മാഡം. ആ ഫയലിന്റെ ഒരു റിപ്പോർട്ട് റെഡിയാക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ചെയ്തല്ലോ അല്ലേ? ചെയ്തു മാഡം. ആ റിപ്പോർട്ട് ഞാൻ ഈ ഫയലിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ ഓക്കെ, ഓഫീസിലേക്ക് വന്നേക്ക്, അവിടെ വെച്ച് കാണാം. രണ്ടുപേരും ഒരേ ഓഫീസിലേക്കല്ലേ പോകുന്നത്? ഒരു ലിഫ്റ്റ് വേണമെന്ന് ചോദിക്കാനുള്ള മര്യാദ പോലും കാണിക്കുന്നില്ല. എന്താ ഓഫീസിലേക്ക് നിനക്ക് ലിഫ്റ്റ് ഓഫർ ചെയ്യാത്ത എന്താന്നാണ് ആലോചിക്കുന്നേ? ഒരുപക്ഷെ ഞാൻ നിനക്ക് ലിഫ്റ്റ് ഓഫർ ചെയ്ത ലൈഫിൽ നിന്നെ ഞാൻ ലിഫ്റ്റ് ചെയ്യുന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടാവും. മുതലാളിക്കും തൊഴിലാളികൾക്കും ഇടയിൽ അങ്ങനെയുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ടാവരുത്.
ഓൾവേസ് ബോസ് ഇസ് എ ബോസ് ഇസ് എ ബോസ്. തൊഴിലാളികൾ എപ്പോഴും വെറും തൊഴിലാളികൾ മാത്രം. ആ ഒരു അകലം പാലിച്ചാൽ മാത്രമേ മുതലാളി തൊഴിലാളി ബന്ധവും ഹെൽത്തി ആയിരിക്കും. അണ്ടർസ്റ്റാൻഡ്? ബൈ ബൈ, സീ യു ഇൻ ദ ഓഫീസ്. മഞ്ജരിക്കൊരു ശകലം അഹങ്കാരം ഉണ്ടെന്നൊക്കെ എനിക്കറിയായിരുന്നു. ശകലമല്ല, അടിമുടി അഹങ്കാര. ഇന്നല്ലെങ്കിൽ നാളെ ഒരു നാൾ ഈ അഹങ്കാരത്തിനൊരടി ദൈവം കൊടുക്കുന്ന ഉറപ്പാ. ഓട്ടോ. ഹലോ. യാ ഓർമ്മയുണ്ട് സാർ. കുറച്ചു നേരത്തിനുള്ള റിപ്പോർട്ട് അങ്ങ് എത്തിച്ചേക്കാം. ബൈ. ക്ലയന്റ് കോൾ ചെയ്ത് പ്രഷർ കയറ്റുകയാണല്ലോ. ഈ മഞ്ജരിയിലാണെങ്കിൽ ഇതുവരെ കാണുന്നുമില്ല. ഇന്നലെ കൊടുത്ത ഫയൽ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവോ എന്തോ. റിപ്പോർട്ട് റെഡിയാക്കി വന്നാൽ മതിയായിരുന്നു. മിഥുൻ പറയേ. മഞ്ജരി, വേർ ആർ യു? നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നേ. ഡോണ്ട് വെറി മിഥുൻ, ഞാൻ ഓൾറെഡി ഓഫീസിൽ എത്തിക്കഴിഞ്ഞു. ഇത് അകത്തേക്ക് വന്നോണ്ടിരിക്കുക. ഇന്നലെ സ്റ്റഡി ചെയ്യാൻ തന്ന ഫയലിന്റെ റിപ്പോർട്ട് എനിക്ക് ഉടനെ വേണേ. പെട്ടെന്ന് വാ. ജസ്റ്റ് എ സെക്കൻഡ് മിഥുൻ, ഐ എം കമ്മിങ്. വാട്ട് ഹാപ്പൻ മിഥുൻ? എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ക്ലയൻസ് കോൾ ചെയ്ത് പ്രഷർ ചെയ്തോണ്ടിരിക്കുക. ആ ഫയലിന്റെ റിപ്പോർട്ട് കാലത്ത് എത്തിക്കണമെന്ന് പറഞ്ഞല്ലേ, അത് റെഡിയാണോ? യാ എവറിത്തിങ് ഈസ് ഡൺ. മഞ്ജരി, വാട്ട് ഈസ് ദിസ്? എന്തു പറ്റി മിഥുൻ? ഞാൻ തന്നുവിട്ട ഫയൽ ഏതാ? നീ കൊണ്ടുവന്നിരിക്കുന്ന ഫയൽ ഏതാ? ഓ മൈ ഗോഡ്, നീ എന്നെ സ്റ്റഡി ചെയ്യാൻ ഏൽപ്പിച്ച ഫയൽ ഇതല്ലല്ലോ. ഞാനും അത് തന്നെയല്ലേ പറഞ്ഞത്. ഇതിപ്പോ ഈ അവസാന നിമിഷം നീ വേറെ ഏതെങ്കിലും ഫയലും കൊണ്ട് വന്ന എങ്ങനെയാ? അതെവിടെ മിസ് ചെയ്തു തോന്നുന്നു മിഥുൻ. എന്താ മിസ് ചെയ്തെന്നോ? ആർ യു മാഡ് ഓർ വാട്ട്? അത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ഫയലാണെന്ന് നിനക്കറിയോ? ക്ലയന്റിന് ഇപ്പൊ തന്നെ അതിന്റെ റിപ്പോർട്ട് അയക്കേണ്ടതാ. എന്നിട്ട് നീ അത് മിസ് ചെയ്തിട്ട് വന്നിരിക്കുക. വാട്ട് ഈസ് ദിസ് മഞ്ജരി? വെയിറ്റ് മിഥുൻ, കാറിൽ എങ്ങാനും വെച്ചിട്ടുണ്ടോന്ന് ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ. മഞ്ജരിക്ക് എന്ത് പറ്റി? അവളാകെ ടെൻഷനിലാണല്ലോ. നോക്കിട്ട് ആ ഫയൽ കിട്ടിയോ? മിഥുൻ, അത് മഞ്ജരി, ദിസ് ഇസ് ടു മച്ച്. ഈ സിറ്റുവേഷൻ എത്ര സീരിയസ് ആണെന്നും നിനക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ? ആ ക്ലയന്റിനോട് ഞാൻ ഇനി എന്ത് ഉത്തരം പറയും? ഇനി ഒരു പുതിയ റിപ്പോർട്ട് ഉണ്ടാക്കാനുള്ള സമയവും ഇല്ല. ഈയിടെയായിട്ട് നിന്റെ ഉത്തരവാദിത്തമില്ലായ്മ ഒരുപാട് കൂടുന്നുണ്ടേ. ഒരു കാര്യം പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യണം. സീരിയസ്നെസ് മനസ്സിലാക്കി ജോലി കഴിയുന്നവരെ ഒരുപോലെ കണ്ണുപോലും അടയ്ക്കാൻ പാടില്ല. പക്ഷെ നീ ഇപ്പൊ കാണിച്ച അനാസ്ഥയുടെ പേരില് ക്ലയന്റിന്റെ മുമ്പിൽ ഉത്തരം മുട്ടി നിൽക്കേണ്ട അവസ്ഥയാ മഞ്ജരി, എനിക്ക് അറിയോ? എക്സ്ക്യൂസ് മീ സർ. കം ഇൻ. എന്താ മേഘ, എന്താ വേണ്ടേ? മാഡം ടെൻഷനായിട്ട് കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടിരുന്നു. എന്താണെന്ന് ചോദിക്കാന്ന് കരുതി. കുറച്ചു മുമ്പ് നീ തന്ന ഫയൽ എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. ഈശ്വര,
മിസ്സായി പോയെന്നോ? അതെ മേഘ, നീ റെഡിയാക്കി തന്ന റിപ്പോർട്ടും കാണുന്നില്ല മേഘ.